നമസ്കാരം, മോംസ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഞങ്ങളുടെ ചെറിയച്ഛൻ്റെ മോളുടെ കല്യാണ വിശേഷം കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. മക്കള് ആദ്യമായിട്ട് പങ്കെടുത്ത ഒരു കല്യാണം എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ എന്നല്ല, ഒരു മുഴുനീളം കല്യാണം ആദ്യമായിട്ട് പങ്കെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയച്ഛൻ്റെ വീട് ആലപ്പുഴയിലാണ് അവർ താമസിക്കുന്നത്. ആകെ ഒരു മോളേ ഉള്ളൂ. ഞങ്ങളുടെ തറവാട്ടിലെ ആകെ കൂടിയുള്ള ഒരു പെൺതരിയാണ് അവളുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. അപ്പോൾ അവളുടെ കല്യാണ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് കാണാം. കല്യാണ തലേ ദിവസം ചെറുക്കനും വീട്ടുകാരും കൂടി പുടവ കൊണ്ടുവരുന്ന ചടങ്ങുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ചെറുക്കനും വീട്ടുകാരും കൂടി എത്തിയതാണ്. അപ്പൊ ആ സമയത്ത് അവരെ സ്വീകരിക്കാനായിട്ട് ചെന്നത് നമ്മുടെ മക്കളാണ് കേട്ടോ. പെണ്ണുങ്ങളുടെ കൊച്ചാണത്, കാശിമോനെ ലച്ചുമോട് കൂടി ചെന്ന് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുകയായിരുന്നു. അവസാനം കൊച്ചു പേടിച്ചുപോയി. പേടിച്ച് മുമ്പേടെ ബാക്കിലേക്ക് ഒളിച്ച് നിൽക്കാനൊക്കെ തുടങ്ങി. ലച്ചുമോളെ കാണുമ്പോ കരയാനൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ മക്കളുടെ സ്വീകരണമൊക്കെ കഴിഞ്ഞ് അവരടുത്തേക്ക് കയറി. അപ്പൊ നമ്മുടെ ചെറുക്കന്റെ പേര് അവിനാഷ് എന്നാണ് കേട്ടോ. പെങ്ങളുടെ പേര് ആര്യ, ഭർത്താവ് ശ്രീജിത്ത്, മോൻ കാശിനാഥ്. പിന്നെ അവരുടെ കൂടെ കാരണവരായിട്ട് അവിനാഷിന്റെ അമ്മയുടെ അമ്മാവനുണ്ടായിരുന്നു. പിന്നെ അമ്മായിയുടെ മകളും അതുപോലെ വലിയച്ഛന്റെ മകളൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിനാഷിന്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. എല്ലാവരും അതിലേക്ക് കയറി. പിന്നെ പുടവ കൊടുക്കൽ ചടങ്ങായി. അമ്മാവൻ ചടങ്ങ് പറഞ്ഞു കൊടുത്താണ് കേട്ടോ. അപ്പൊ പുടവ കൊടുക്കണതിന് മുമ്പ് 3 തവണ പുടവ കൊടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കൊടുത്തത് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനത്തെ ചടങ്ങൊന്നും. ദാറ്റ് മീൻസ് ഏരിയ മാറുന്നതിനനുസരിച്ച് ചടങ്ങിന് വ്യത്യാസങ്ങൾ വരുമല്ലോ. അപ്പൊ നമ്മുടെ അവിനാഷിന്റെ വീട് മാവേലിക്കരയാണ്. അപ്പൊ അവിടെയും ചടങ്ങുകളൊക്കെ വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ അവിടെയൊന്നും ഇങ്ങനെ പുടവ കൊണ്ടുവരുമ്പോ ചെറുക്കനൊന്നും വരില്ല കേട്ടോ. പക്ഷെ മാവേലിക്കര സൈഡിൽ നിന്നൊക്കെ അതുപോലെ ചെറുക്കനും കൂട്ടുകാരൊക്കെ വരുന്നതാണ് പറഞ്ഞത്. പിന്നെ അവിനാഷൻ വിദേശത്താണ് ജോലി ചെയ്യണതേ. പുള്ളിക്കാരൻ നേരിട്ട് എല്ലാവരും കണ്ടു കാണലൊക്കെ. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് അവരെല്ലാവരും കൂടെ വന്നത് കേട്ടോ. അപ്പൊ പരിപാടി അടിപൊളിയായിരുന്നു. എന്നിട്ട് പിന്നെ ഫോട്ടോ സെഷനായി. ഫോട്ടോ എടുക്കുന്നതിന്റെ ഇടയിൽ ഞാനും മഹേഷൊക്കെ കുറച്ച് അലമ്പാക്കാനൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. അലമ്പെന്നത് ജസ്റ്റ് ഫോർ ഫണ്ണായിട്ട് കണ്ടോ. മഹേഷ് പിച്ചൻ കണ്ടോ. അതിനിടയിൽ ഞങ്ങള് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോർമലി വന്നു. പിള്ളേര് ഫുൾ ഹാപ്പി ആയിരുന്നു, ഫുൾ ഓണായിരുന്നേ. എല്ലാവരും വന്നപ്പോ ഞാൻ വിചാരിച്ചിങ്ങനെ ആൾക്കൂട്ടത്തിലൊന്നും പോവാറില്ലാത്തതുകൊണ്ട് അവര് എന്താ പറയാ ശരിക്കും ഡിസ്റ്റർബ് ആയിരിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷെ മക്കള് ഫുൾ ഹാപ്പി ആയിരുന്നു. എല്ലാവരായിട്ടും സഹകരണമായിരുന്നു, നല്ല സഹകരണമായിരുന്നു ആക്ച്വലി. ഫോട്ടോ സെഷൻ ഒക്കെ കഴിഞ്ഞ് അവരുടെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ കൂടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഞങ്ങളൊരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോ കുട്ടികളെ സമ്മതിക്കണേ ഇല്ല. അവർക്ക് ഓടി കളിക്കാനുള്ള തിരക്കായിരുന്നു. ലച്ചുമോളുടെ ഓടി നിൽക്കുന്നതായിട്ട് ഞാൻ കേൾപ്പിക്കാട്ടോ. പിന്നെ ശ്രീകുട്ടിയുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരെയും കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അറിയാലോ കൊറോണ സിറ്റുവേഷൻ ആയത് കാരണം കൊണ്ട്. അതുപോലെ തന്നെ ഹൽദി അങ്ങനത്തെ ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നോർമൽ സാധാ ഒരു കല്യാണം, പഴയ കാലത്തെ ഒരു കല്യാണം പോലെയായിരുന്നു. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും വീട്ടുകാരൊക്കെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കളിയാക്കിയിട്ടുണ്ട് നിങ്ങളതിനെ. മര്യാദയും ഭക്ഷണം കഴിക്കാനൊന്നും സംഭവിച്ചില്ല. ഉള്ളതിനെ അവളുടെ കോഴിമുട്ടൊക്കെ മഹേഷ് എടുത്ത് കഴിച്ചു. പാവം കൊച്ച്. അതിന് പകരം വേറെ ഒന്നും കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഒരിതാ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് മാവേലിക്കരയിലേക്ക് 1 മണിക്കൂറുണ്ട് ഏകദേശം. അവർക്കും തലേ ദിവസം ബെസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ കാരണം കൊണ്ടാണ് നേരത്തെ തന്നെ വന്നായിരുന്നു. ഒരു 4 മണി സമയത്തൊക്കെ എത്തിയായിരുന്നു. 4-4:30 ടൈമിൽ എത്തി. അപ്പൊ 6 മണി 6:00 കൂടി എന്നിട്ട് അവര് തിരിച്ചിറങ്ങി. യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സീനാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് കേട്ടോ. ആ സമയത്തൊക്കെ ദേവൂട്ടനും ലച്ചുട്ടിയും ഓട്ടപ്പാച്ചിലായിരുന്നേ. എനിക്ക് അവരൊന്ന് കാണാൻ പോലും സമ്മതിച്ചില്ല. ഞാൻ ഇവരുടെ പിന്നാലെ ഓട്ടായിരുന്നു. കണ്ടില്ലേ ജെന്റിൽമാൻ ദേവൂട്ടന്റെ ഓട്ടം. ചെറുക്കന്റെ വീട്ടുകാരൊക്കെ ഇറങ്ങിയതിന് ശേഷം ശ്രീകുട്ടി വീണ്ടും സാരി ചേഞ്ച് ചെയ്തായിരുന്നു. പിന്നെ അവരുടെ ഫ്രണ്ട്സൊക്കെ വന്ന് ഒരു ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലായി. അങ്ങനെ കളിയും ചിരിയും ഒരുപാട് സന്തോഷമൊക്കെ ആയിട്ട് തലേ ദിവസം ശുഭമായി അവസാനിച്ചു. ഒന്നരപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പൊ അവിടെ വെച്ച് കെട്ട് കഴിഞ്ഞ് പിന്നെ പുറത്തൊരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു സദ്യയും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മള് ജസ്റ്റ് ഒരു വ്യൂ എടുത്തതാണ്.
അങ്ങനെ ഇത് നമ്മുടെ കഥയിലെ നായകൻ എത്തിയിരിക്കുകയാണ്. ചെറുക്കനെ സ്വീകരിച്ചു കൊണ്ടുവരികയാണ്. ശ്രീകുട്ടി എത്തിക്കഴിഞ്ഞു. അത് അമ്പലത്തിന്റെ നടയിൽ നിന്നൊന്ന് തൊഴിലാണ്. അമ്പലത്തില് കെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ കയറ്റി തൊഴിലില്ല. അപ്പൊ കെട്ടിന് മുൻപായിട്ട് അമ്പലത്തിന്റെ നടയിൽ നിന്ന് തൊഴുതാണ് കേട്ടോ. ഫെബ്രുവരി 6-ാം തീയതി ആയിരുന്നു കല്യാണം. അന്ന് നല്ല മുഹൂർത്തമുള്ള ദിവസമായ കാരണം കൊണ്ട് തന്നെ അമ്പലത്തിൽ ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. 7-8 കല്യാണങ്ങൾ ഒറ്റ ഉണ്ടായിരുന്നു. ലച്ചുമോള് നല്ല ഉറപ്പായിരുന്നു. രാവിലെ ദേവുട്ടൻ ഫുൾ ഓണായിരുന്നു. ഇവനവിടെ അമ്പലം മുഴുവൻ ഓടി നടക്കലായിരുന്നു. കല്യാണത്തിന് ശ്രീകുട്ടിയേക്കാളും എക്സൈറ്റ്മെന്റ് എന്റെ ലച്ചുമോൾക്കായിരുന്നേ. അത് കാരണം കൊണ്ട് തലേ ദിവസം അവിടെ ഉറങ്ങിയിട്ടില്ല. രാത്രി 12:45 ഉറങ്ങിയപ്പോ 6 മണിയാകുമ്പോഴത്തേനും അവിടെ ഉണർന്നു. അമ്പലത്തില് ഓരോരുത്തരുടെ എന്താ പറയാ ബുക്കിംഗ് ഉണ്ടാവും. അതനുസരിച്ചിട്ടായിരുന്നു കെട്ട്. അപ്പൊ ഓരോ കല്യാണങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണത്തിന് മണ്ഡപം ശരിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. ലച്ചുമോള് കുറച്ച് കഴിഞ്ഞപ്പോ ഉണർന്നു കേട്ടോ. പിന്നെ ദേവൂട്ടൻ കെട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കണത് കണ്ട് നാദസ്വരക്കാരെയൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. അതിലെ താളം കൊട്ടണമൊക്കെയാണ് കാണിക്കണ ആള്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്നെ വിളിക്കാണ്ട് രാകേഷേട്ടനും പെങ്ങന്മാരും കൂടെ വീഡിയോയും ഫോട്ടോയും ഇടുന്നു. ഞാൻ സമ്മതിക്കോ? ഞാൻ അപ്പനെ മസ്കൂരി വന്നു നിന്നു. എല്ലാവർക്കും പരാതി ഉണ്ടായിരുന്നു രാകേഷേട്ടനെ കാണിക്കലില്ല എന്ന്. ഇന്നത്തെ വീഡിയോയിൽ നിറച്ച് രാകേഷേട്ടൻ ഉണ്ട് കേട്ടോ. എല്ലാവരും മതിയോളം കണ്ടോളൂ. ഇതാണ് ഞങ്ങളുടെ കല്യാണ പെണ്ണിന്റെ അച്ഛൻ, ഞങ്ങളുടെ കൊച്ചച്ഛൻ. ആളുടെ പേര് തിരുമേനി എന്നാണ്. തിരുമേനി ശ്രീധരൻ. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഇതാ പൂർത്തിയായിട്ടുണ്ട്. നിലവിളക്കും പറയും മാലയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ചെറുക്കനും പെണ്ണും വരികയേ വേണ്ടൂ. കല്യാണത്തിന്റെ സമയമായി. ചെറുക്കനെ അച്ഛനും അമ്മയും കൂടെ എന്താ പറയാ നമ്മുടെ മണ്ഡപത്തിന് വലം വെച്ചിട്ട് കൊണ്ടുവന്ന് ഇരുത്തും. അതാണ് നമ്മളിപ്പോ കാണുന്നത്. ചെറുക്കനെ ഇരുത്തിയതിന് ശേഷമാണ് പിന്നെ പെൺകുട്ടീനെ കൊണ്ടുവന്ന് ഇരുത്തുക. അതും അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയും കൈ പിടിച്ചിട്ടാണ് ഇരുത്തണത് കേട്ടോ. അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 അച്ഛനമ്മമാർക്കും, അതായത് ചെറുക്കന്റെയും പെണ്ണിന്റെയും അച്ഛനമ്മമാർക്ക് ദക്ഷിണ കൊടുക്കും. ചെറുക്കനും പെണ്ണും കൊടുക്കും കേട്ടോ. അതാണ് ഇപ്പൊ കാണുന്നത്. അങ്ങനെ ബാക്കി ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനി താലികെട്ടിന്റെ സമയമായി. പൂജാരി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ്. പൂജിച്ചു കൊണ്ടുവന്ന താലിമേ കുങ്കുമൊക്കെ തൊട്ട് കൊടുക്കാണ് കയ്യിലേക്ക്.
പൂജാരി താലി ചെറുക്കന്റെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അച്ഛനാണ് അവിനാശിന്റെ കയ്യിൽ താലി എടുത്ത് കൊടുക്കുക കേട്ടോ, കല്യാണം കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ ശ്രീകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ശ്രീകുട്ടി വലിയ കുട്ടി. ശ്രീലക്ഷ്മി തിരുമേനി ഇനി മുതൽ ശ്രീലക്ഷ്മി അവിനാഷ്. താലികെട്ട് കഴിഞ്ഞ് അമ്പലം പ്രദക്ഷിണം ചെയ്തൊക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ അത് ഫോട്ടോഗ്രാഫേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ഫോട്ടോ മത്സരത്തിന് തയ്യാറെടുക്കാണ് അവര്. ഇങ്ങനെ അവരെ ഞങ്ങള് ഫോട്ടോഗ്രാഫേഴ്സിന് വിട്ടുകൊടുത്തു. പിന്നെ ഞങ്ങളുടെ ലോകമായി. അപ്പൊ ദേവുട്ടനും വെച്ചുട്ടിയും വെരി ഹാപ്പി ആയിരുന്നു. എന്നുവെച്ചാൽ കുറെ ആളുകളെ കണ്ടു, അമ്പലം കണ്ടു. അമ്പലത്തിലാണെങ്കിൽ ഓടി നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലം. ഇതിനും കൂടുതൽ എന്ത് സന്തോഷം വേണം എന്റെ മക്കൾക്ക്. ആ അമ്പലം 4 ചുറ്റും എനിക്ക് ഓടിപ്പിച്ചു. തളർന്നു പോയി, എന്നെ മത്തിയായി. അവസാനം കുട്ടികളെ ഞാൻ വഴക്ക് പറയാൻ തുടങ്ങി ഓടാൻ നിർത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അവര് നോൺ സ്റ്റോപ്പ് ഓട്ടായിരുന്നേ. നല്ല വെയിലുണ്ടായിരുന്നു, അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തറയ്ക്ക്. പക്ഷെ അവർക്ക് കാലൊന്നും ഒരു ചൂടും പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓടാൻ കിട്ടിയ ഒരു അവസരം അവര് എന്താ പറയാ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു.
ലച്ചുമോളുടെ ഓട്ടം കാണുന്നവർക്ക് വരെ പേടിയോട്ടോ. അതുപോലെയായിരുന്നു ലച്ചുമോളുടെ ഓട്ടം. അങ്ങനെ തെറിച്ചായിരുന്നു അവള് കൂടുണ്ടായിരുന്നത്. അപ്പൊ ഇതുവരെ കണ്ട് ശീലമില്ലാത്തവര് വിചാരിക്കും അവർ ഇപ്പൊ വീഴുന്നു വിചാരിക്കും. അപ്പൊ ചുറ്റും തൊഴാൻ വന്ന ആളുകളൊക്കെ ഇവളുടെ ഓട്ടം കണ്ട് പേടിച്ചു. അച്ഛമ്മയും അപ്പയും ഞാനും അവരുടെ ചെറിയച്ഛനും എല്ലാവരും പിള്ളേരുടെ പഴയ ഓട്ടം തന്നെയായിരുന്നു. പിള്ളേര് ടയർഡായില്ല, ഞങ്ങൾ ഭയങ്കര ടയർഡായി. ഒരുപാട് നാളുകളായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കല്യാണമാണ് കേട്ടോ ശ്രീകുട്ടിയുടെ. ഞാൻ പറഞ്ഞതിന് മുമ്പ് ഞങ്ങളുടെ തറവാട്ടിലെ ആകെ കൂടിയുള്ള ഒരു പെൺതരിയാണ്. ഈ 2 ചെറുക്കന്മാർക്ക് ആകെ കൂടിയുള്ള ഒരു പെങ്ങളാണ്. അപ്പോ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കല്യാണമാണ്. കൊറോണ കാരണം കൊണ്ട് ഞങ്ങൾ വിചാരിച്ച മാതിരി ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ശ്രീകുട്ടിയുടെ കല്യാണത്തിന് നല്ല പുത്തൻ സാരി കൊടുത്ത് അടിപൊളിയായിട്ട് പോകുന്നൊക്കെയായിരുന്നു എന്റെ ആഗ്രഹം. പിന്നെ എന്റെ മക്കളുടെ സ്വഭാവം വെച്ച് ഞാൻ സാരി കൊടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോ കല്യാണ പന്തലിൽ എത്തുമ്പോഴത്തേനും എന്റെ സാരി ഒരുക്കും. പിന്നെ എന്താ എല്ലാം കഴിഞ്ഞ് ഞങ്ങളതേ അവിടെ ആനയുടെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ എന്റെ മോൻ മൊത്തലമായിരുന്നേ, ദൈവക്കാരുടെ കാരണം നടന്നില്ല. കല്യാണം കഴിഞ്ഞ് സദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഹോട്ടലിലായിരുന്നു. അത് അമ്പലത്തിന്റെ കുറച്ച് ഇപ്പുറത്തോട്ട് മാറിയിട്ടായിരുന്നേ. ഹോട്ടൽ ഗുണാൻസായിരുന്നു പേര്. നല്ല സൗകര്യമായിരുന്നു കേട്ടോ. ഹോട്ടലിലായതുകൊണ്ട് തന്നെ വേറെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അപ്പൊ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കല്യാണത്തിന് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല സൗകര്യമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാത്തിനും നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കരുത്ത് കാണിച്ചു. ഞങ്ങളെല്ലാം അതിശയിപ്പിച്ചു തുടങ്ങി. പക്ഷെ അതല്ലാതെ ഏറ്റവും വലിയ തമാശ, ശ്രീകുട്ടി കരയാണ്ട് പോയി. ശ്രീകുട്ടിയുടെ ഫ്രണ്ട്സ് ഭയങ്കര കരച്ചിലായിരുന്നു. അക്കും മനു അധികം കരഞ്ഞില്ലെങ്കിലും അക്കുനോട് ഭയങ്കരമായിട്ട് കരഞ്ഞോ.
വലിയമ്മയ്ക്ക്, അതായത് ഞങ്ങളുടെ അമ്മയ്ക്ക് മോള് പോണ സങ്കടം സഹിക്കാൻ വയ്യാത്ത കാരണം കൊണ്ട് പുള്ളിക്കാറ്റ് ഒളിച്ചു മാറി മുന്നേറിയോ നിങ്ങൾക്ക് അറിഞ്ഞിട്ടോ ഞങ്ങളെ കണ്ടില്ല. ദേവൂട്ടനൊക്കെ ടാറ്റ പറഞ്ഞിട്ട് മതിയൊന്നും ഉണ്ടായില്ല. അവരുടെ കൂടെ പോകണമെന്നുണ്ടായിരുന്നു ദേവൂട്ടന്. ഭയങ്കര ടാറ്റ പറയുമ്പോൾ കൊടുക്കലൊക്കെ ആയിരുന്നു. പോവാൻ നിൽക്കുന്നത് ഇപ്പൊ കൊടുക്കലായിരുന്നു ദേവൂട്ടൻ. ഇത് കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി അവരെ ഞങ്ങൾ പറഞ്ഞയച്ചു. പിന്നെ റിസപ്ഷനിൽ ഞങ്ങൾ അങ്ങനെ തന്നെ പോകണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഇത് ദേവന് പോയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. ഇതാണ് അവിനാഷിന്റെ വീട്. ഇതാണ് രണ്ട് ഫാമിലി കേട്ടോ, ചെറുക്കന്റെ ഫാമിലി. പിന്നെ അവിനാഷിന്റെ അച്ഛൻ, അമ്മ, അനിയത്തി, അനിയത്തിയുടെ ഹസ്ബൻഡ്, അപ്പുറേ ശ്രീകുട്ടിയുടെ അച്ഛനും അമ്മയും. പിന്നെ ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്താ പറയാ സന്തോഷത്തോടു കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് യാത്ര പറഞ്ഞിറങ്ങി. 5 മണി 6 മണി സമയത്തൊക്കെ ആയിരുന്നു റിസപ്ഷൻ. അപ്പൊ രാവിലെ തൊട്ട് യാത്രയും കാര്യങ്ങളൊക്കെ ആയി. ദേവട്ടനെ വെച്ചൊക്കെ അത്യാവശ്യം ടയർഡായി. അതുകൊണ്ട് തന്നെ രണ്ടാളും വാശിയായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് റിസപ്ഷന്റെ വീഡിയോസ് ഒന്നും അങ്ങനെ കൂടുതൽ എടുക്കാനൊന്നും പറ്റിയില്ല. യാത്ര പറയാനും വീഡിയോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോ ഞങ്ങളുടെ ശ്രീമോളുടെ കല്യാണം, അങ്ങനെ കാത്തിരുന്ന ഞങ്ങളുടെ ശ്രീമോളുടെ കല്യാണം കഴിഞ്ഞു. അവിനാഷിനും ശ്രീലക്ഷ്മിക്കും ഐശ്വര്യപൂർണമായ ഒരു ദാമ്പത്യ ജീവിതം ഞങ്ങൾ നേരുന്നു. പക്ഷേ ഹാപ്പി മാരീഡ്, എന്നെന്നും സന്തോഷം നിറഞ്ഞൊരു ജീവിതമായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.